ഹായ് എല്ലാവർക്കും നമസ്കാരം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ പവർഫുള്ളായിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് ഇന്ന് ചെയ്യാൻ പോണേ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. ഇത് പലർക്കും ഇത് അറിയുണ്ടാവും കേട്ടോ. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് ഉപകാരമാവട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. സവാള കനം കുറഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചിടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് ഇത്രയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സവാള വഴറ്റിയെടുക്കണം. പിന്നെ എരിവിനായിട്ട് ഞാനിവിടെ നല്ല എരിവുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, നമ്മുടെ എരിവനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഈ സവാള നല്ലപോലെ വാടി നല്ല ഡാർക്ക് കളറാവണ വരെ നമുക്ക് വഴറ്റണം. ഇത് തന്നെയാണ് ഇതിനകത്ത് പ്രധാന കാര്യം കേട്ടോ. നന്നായിട്ട് വഴറ്റുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിപ്പോൾ എപ്പോഴും ഇങ്ങനെ കൈവിടാണ്ട് വഴറ്റിക്കൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അതല്ല ഇപ്പോൾ കരിഞ്ഞ് പിടിക്കുന്ന ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഇളക്കി കൊടുത്തോളൂ. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഡാർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് വഴണ്ട് വന്നിട്ടില്ല, പക്ഷേ ഡാർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, പക്ഷേ കുഴപ്പമില്ല, ഇത്രയും മതിയാവും. കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തുണ്ടല്ലോ. അതല്ല, നിങ്ങൾക്ക് മുളക് പൊടി അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ അത് ചേർക്കുന്നില്ല, കാരണം ഇതിനകത്ത് ഇപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ പിന്നെ കുരുമുളകിൻ്റെ പൊടിയുടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അത് ടേസ്റ്റ് ഉണ്ടാവും. ഒരു മീഡിയത്തിനും ലോയിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെയും അതിനൊപ്പം തന്നെ ഈ സവാള നല്ല ഡാർക്ക് കളറായിട്ട് വഴണ്ട് വരുന്ന വരെയും നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം എടുക്കും, അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ 3 സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് വഴണ്ട് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സവാള ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം സ്പൈസി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എരിവ് കുറച്ച് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുന്നത് നല്ല സ്പൈസി ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും. കണ്ടോ, അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ള് ഗരം മസാല ചേർക്കാം, പക്ഷേ ഞാനതൊന്നും ചേർക്കാറില്ല. വേണമെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം, ഞാനതൊന്നും ചേർക്കാറില്ല. അതൊന്നും ചേർക്കാണ്ട് തന്നെ എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ. ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, പൊടികളുടെ സവാള നന്നായി വഴണ്ടിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേണ്ട, ടേസ്റ്റ് നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇത് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഡാർക്ക് കളർ ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ഇതിൻ്റെ ചൂടൊക്കെ മാറി ഇതൊന്ന് ഇരുന്ന് സെറ്റായതിന് ശേഷം ഈ ഒരു കളർ ചേഞ്ചൊക്കെ വന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. എന്ത് എളുപ്പമാണല്ലേ ചെയ്യാനായിട്ട്. എനിക്കറിയാം നിങ്ങൾ വീട്ടിലൊക്കെ ചിലപ്പം ഉണ്ടാക്കുന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. പക്ഷേ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക താഴെ. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.